പന്നിശല്യത്താൽ പൊറുതിമുട്ടി ഒരു കർഷകൻ. കതിരൂർ കൂരാച്ചി മടപ്പുരയ്ക്ക് സമീപത്തെ മുൻ പ്രവാസിയും കർഷകനുമായ ഐശ്വര്യ ഭവനിലെ ശിവരാമനാണ് പന്നിശല്യം കൊണ്ട് വലഞ്ഞിരിക്കുന്നത്. ഒരേക്കർ വയലിൽ നട്ടുപിടിപ്പിച്ച 200ഓളം വാഴകളും കന്നുകളും കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചതാണ് ഏറ്റവും പുതിയ സംഭവം. 5 മാസം പ്രായമായ വാഴകളാണ് പന്നി പാടെ നശിപ്പിച്ചത്. ഇവ പകുതിയിലേറെ ഉയരത്തിൽ വളർന്നിരുന്നു. കുലയ്ക്കാനായ വാഴകളെന്നും പറയാം. അതേസമയം 1 മാസം മുമ്പ് നട്ടുപിടിപ്പിച്ച കന്നുകളും പന്നികൾ കുത്തിമറിച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം 3,4 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രവാസിയായ ശിവരാമൻ വർഷങ്ങളായി വയലിൽ പച്ചക്കറിയും വാഴകൃഷിയും നടത്തിവരികയാണ്. നേരത്തെ മുള്ളംപന്നിയുടെ ശല്യം രൂക്ഷമായിരുന്നു. ആ സമയത്തും കൃഷിക്കേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ശിവരാമന്റെ കൃഷിയിടത്തിലെ വാഴകൃഷിക്ക് മാത്രമല്ല കാട്ടുപന്നികൾ ഭീഷണിയാവുന്നത്. 71കാരനായ ശിവരാമൻ പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം 15 വർഷം മുമ്പാണ് മുഴുവൻ സമയ കൃഷിയിലേക്ക് മാറിയത്. പച്ചമുളക്, തക്കാളി, വെണ്ട, പൊട്ടിക്ക, ചേമ്പ്, ചേന, കപ്പ, മഞ്ഞൾ, ചീര, പടവലം തുടങ്ങി ഒട്ടുമിക്ക കൃഷികളും ഇദ്ദേഹത്തിന്റെ ഭൂമിയിലുണ്ട്. അവയെല്ലാം കാട്ടുപന്നി ഭീഷണിയിലാണ്. മുള്ളൻ പന്നി ഭീഷണിയായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ. ഇപ്പോൾ 2 ഇനം പന്നികളുടെ ഭീഷണിയും നേരിടണം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും കൃഷിനാശം സംഭവിച്ചു. എല്ലാം കൂടിയായതോടെ പ്രദേശത്തെ പലരും കൃഷി വിട്ടു. കൃഷി രക്തത്തിൽ അലിഞ്ഞുയർന്ന ശിവരാമന് അത് കഴിയുന്നില്ലെന്ന് മാത്രം. പന്നിശല്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉടൻ നടപടിയെടുക്കണമെന്നാണ് ശിവരാമൻ പറയുന്നത്. ഞാനിപ്പോൾ 1 ഏക്കറോളം വാഴ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കാട്ടുപന്നിൻ്റെ ശല്യം കൂടുതൽ നിൽക്കാം. 1 വർഷമായി കാട്ടുപന്നി നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ ഇല്ലേനും ഇപ്പോൾ ഒരു 2 ആഴ്ച ആടുന്ന് ഇങ്ങോട്ട് ഒരാഴ്ചയായിട്ട് ഇപ്പം കൂടുതലായിട്ട് ഒരു 200ഓളം വാഴ ഇപ്പോൾ വലുതൊരു 3/4 വാഴയും ഇപ്പം 1 മാസം മുന്നേ വെച്ച വാഴക്കന്നുകളും കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട്. മുമ്പെല്ലാം ഫോറസ്റ്റുകാർക്ക് വിവരം കൊടുത്തുകൊണ്ട് അവർ 2-3 പ്രാവശ്യം വന്നിട്ട് 3 പന്നികളെ വെടിവെച്ചിട്ട് നശിപ്പിക്കുന്നത്. അതിനകത്ത് കുറച്ചൊരു സമാധാനമുണ്ട്. ഇപ്പം വീണ്ടും രൂക്ഷമായിട്ടുള്ള ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് അങ്ങനെ കുറേയെല്ലാം പോയി. 200 അടുത്തും പോയി. 200 മറ്റേ ആനുകൂല്യം കാട്ടുപന്നികളില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അത് സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തിയിട്ട് ബന്ധപ്പെട്ട കൃഷിഭവനും പഞ്ചായത്തും കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ കർഷകർക്ക് ഗുണം ചെയ്യും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.